ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കാം. അതിന് വെജിറ്റബിൾ പുലാവ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അതിന് വേണ്ടത് 1 ഗ്ലാസ് കിച്ചൻ കിങ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം തയ്യാറാക്കാം. ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്യണം, ക്യാരറ്റ് കട്ട് ചെയ്യണം, നെയ്യ് വേണം 5 സ്പൂണ്, ഒരു പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കണം, ഒരു സവാള കട്ട് ചെയ്യണം, ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ബീൻസ് കട്ട് ചെയ്തെടുക്കണം, 1/2 കപ്പ് തൈര്, 4 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ സകലം പട്ട, ഗ്രാമ്പ്, പെരിഞ്ജീരകം, മല്ലിയില, പുതിന എല്ലാം കൂടെ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് 4 സ്പൂൺ നെയ്യ് ഒഴിക്കണം. അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി, പച്ചക്കറി എല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റണം. അതിലേക്ക് 1 ഗ്ലാസ് കിച്ചൻ കിങ് റൈസ് കൂടെ കഴുകി നമുക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ചേർക്കേണ്ടത്. 1/2 കപ്പ് തൈര് കൂടെ നമുക്ക് ചേർക്കുമ്പം ടോട്ടൽ 3 ഗ്ലാസ് ആകും. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1/2 കപ്പ് തൈര് കൂടെ നമുക്ക് ചേർക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് മല്ലിയില, സകലം മല്ലിയിലയും പുതിനയും കൂടെ നമുക്ക് ചേർക്കാം. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കറുടെ അടപ്പ് എടുത്ത് വെച്ച് നമുക്ക് കുക്കർ അടച്ച് വിസിൽ ഇടണം. 3 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് റൈസ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യിൽ വറുത്ത ഡ്രൈ ഗ്രേപ്സും കാഷ്യൂനട്ടും കൂടെ ചേർക്കണം. മല്ലിയും പുതിന ഇല കൂടെ നമുക്ക് ചേർക്കാം. നല്ല ടേസ്റ്റിയായ വെജിറ്റബിൾ പുലാവ് റെഡിയായി. ഇതിന് നമുക്ക് സൈഡ് ഡിഷായിട്ട് ഡ്രൈ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാം. ഒരു ഉള്ളി, 4 സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് കട്ട് ചെയ്ത് അതുകൂടെ നമുക്ക് ചേർക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നമുക്ക് വഴറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. മസാലയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാവട്ടെ. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് വഴറ്റാം. നല്ല ഡ്രൈ ആയി. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ, ഉണ്ടാക്കാൻ എളുപ്പമാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിലേക്ക് 2 കാഷ്യൂനട്ടും ഡ്രൈ ഗ്രേപ്സും നമ്മൾ നേരത്തെ റൈസിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കണം. അടിപൊളി പൊട്ടാറ്റോ ഡ്രൈ മസാല തയ്യാറായി. ഇനി നമുക്ക് ലഞ്ച് ബോക്സിൽ റൈസും പൊട്ടാറ്റോ മസാലയും കൂടെ നമുക്ക് എടുക്കാം. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.